ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലൻഡ് JK ഫാമിലിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മേ രാവിലെ എഴുന്നേറ്റ് കാലത്ത് എഴുന്നേറ്റ് നമ്മുടെ ഇന്നലത്തെ കേക്ക് വീഡിയോയുടെ അവസാനത്തിന് അങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ബായ് എന്ന് പറയുന്ന വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇരിക്കും. ചായ കുടിക്കാം, കുറേ ദിവസമായിട്ട് ചായ കുടിക്കാറില്ല നമ്മള്. അപ്പൊ ഇന്ന് നല്ല ഏലക്കായൊക്കെ ഇട്ട് അടിപൊളി ഒരു ചായ, ഒരു ചായ അടിപൊളി പറയാനില്ല, ഒരു ചായ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കുടിക്കണം. പിള്ളേരെ അഞ്ചെട്ടിലായിട്ട് തരും. 10 മണി 10 മണിയല്ലേ? ഞങ്ങൾ മറ്റേ ലൈറ്റ് ഒക്കെ കാണാൻ പോയിട്ട് വന്നപ്പോൾ ലേറ്റ് ആയി. കാലത്തപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, കാലത്ത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വെച്ചിട്ട്. അപ്പം ഇന്ന് നാളെയാണ് നമ്മുടെ ക്രിസ്മസ്. അപ്പം ഇന്ന് തലേദിവസം തന്നെ ഞാൻ മീൻകറി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. മാങ്ങക്കറി നമ്മൾ നാട്ടിൽ പറഞ്ഞ കേട്ടില്ലേ, മീൻകറിയൊക്കെ തലേദിവസം ഉണ്ടാക്കി വെച്ചാലും അടിപൊളി ടേസ്റ്റ്. എല്ലാ സാധനം അങ്ങനെ തന്നെയാണ്. അപ്പം പിന്നെ ഞാൻ ബീഫ്, പോർക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ വേവിച്ച് വെക്കും. അതുപോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെക്കും. ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെ തന്നെ ഉണ്ടാക്കി വെക്കും. കാഴ്ച കാലത്ത് നാളെ ഡ്യൂട്ടി ഉണ്ട്, നിന്റെ ഡ്യൂട്ടി ഉണ്ട്, പിന്നെ വൈകിട്ട് 8 മണിക്ക് ഞങ്ങൾക്ക് കുർബാന. അപ്പോൾ അതിൻ്റെ എല്ലാം നാളെ ചെയ്ത് നടക്കില്ല. നാളെ പിന്നെ ചെറിയ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നോക്കിയപ്പോൾ കാലത്ത് വന്നിട്ട് ഇവിടെ ചായ കുടിക്കുന്ന സമയത്ത് നിന്റെ ഏട്ടൻ എന്നിട്ട് കാണുന്നതറിയോ, നമ്മുടെ നാട്ടിൽ പണ്ടത്തെ സീരിയലില്ലേ അയ്യപ്പ ശരണം, പണ്ടത്തെ സീരിയലാണത് ഇപ്പോഴത്തെ ആണെന്ന് അറിയില്ല, പക്ഷെ പണ്ട് നമ്മൾ ഇങ്ങനത്തെ സീരിയലൊക്കെ കാണില്ലേ, പിന്നെ അങ്ങനത്തെ സീരിയലൊക്കെ കണ്ടോണ്ടിരിക്കുന്നു. ഞായറാഴ്ച ഉണ്ടായിരുന്നു അത് അടിപൊളി ഫൈറ്റ് ഉള്ളത്. ശക്തിമാനല്ലേ? അല്ലല്ല, അത് ഉണ്ടായിരുന്നു ഞായറാഴ്ച, എനിക്ക് ഓർമ്മയില്ല എത്ര മണിക്കായിരുന്നു അത് കണ്ടോണ്ടിരിക്കണം. അപ്പൊ ഞാൻ ചെയ്യും, നമുക്ക് നാട്ടിലത്തെ ഒരു ഓർമ്മ വന്ന്. ഇപ്പൊ പക്ഷെ ആരും സീരിയൽ അങ്ങനെ കാണില്ല. വീട്ടില് പപ്പയും മമ്മിക്ക് പണ്ട് സീരിയലിന്റെ ഭയങ്കര ഉസ്താദുകളായിരുന്നു, പക്ഷെ ഇപ്പൊ നിർത്തിയവര്. അപ്പൊ ഞാൻ എന്തേട്ടും വെച്ചേക്കണ്. പക്ഷെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം നമ്മുടെ മുട്ട വിസിലടിക്കുക. മുട്ട ഒരു മിനിറ്റ് വിസിലടിക്കട്ടെ. എല്ലാവർക്കും മുട്ട പുഴുങ്ങാനുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. ചിലപ്പോൾ മിക്കവർക്കും എല്ലാവർക്കും വെള്ളം, ഒരു അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി, സൂപ്പർ ആയിട്ടോ. മറ്റേ മുന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ തിളപ്പിച്ച് അങ്ങനെ ചെയ്യേണ്ട. ഒറ്റ വിസിലടിച്ചാൽ മതി, വേഗം റെഡി. അപ്പൊ അങ്ങനെ മുട്ട വിസിലടിച്ചപ്പോൾ അത് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ വിസിൽ പോയി കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ട് പൊളിച്ച് കിട്ടും. നമുക്ക് വെറുതെ ഇങ്ങനെ പിന്നിട്ട് അങ്ങനെ പോരും, നല്ല എളുപ്പം. അപ്പൊ അറിയാത്തതുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്തു, അടിപൊളിയാണ്. അപ്പോൾ ഇനി ഈ ചായ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ തൊടുങ്ങണത് തങ്കപ്പെട്ട് ഇന്നൊക്കെയുള്ള ഭക്ഷണം ഉണ്ടാക്കണം, നാളത്തേക്കുള്ള അപ്പം സ്റ്റൂ. വെജിറ്റബിൾ വേണോ അതൊരു ബീഫ് ഇടണോ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണോ, അത് ചിക്കൻ ഇടണം. ചിക്കൻ സ്റ്റൂ വേണ്ട ബീഫ് മതി. പിന്നെ ചോറ്, ചിക്കൻ, പോർക്ക്, ബീഫ്, മീൻ, മാങ്ങക്കറി, സർലാസ്, നമ്മുടെ നാട്ടിലെ തൃശ്ശൂരത്തെ സർലാസ്, മറ്റേ സവോള തിരുമ്മി തേങ്ങപ്പാൽ ഒഴിച്ച് ചൊറുക്ക് വിനാഗിരി ഒഴിച്ചിട്ട് അത്. പിന്നെ ഐസ്ക്രീം, പിന്നെ നിന്റെ സ്പെഷ്യൽ ചീസ് കേക്ക്, അതും ഉണ്ടാക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ ഒരു വീഡിയോ കിട്ടില്ല, ചീസ് കേക്ക് വീഡിയോ. അങ്ങനെ പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ കേക്ക്, എല്ലാം കുറച്ച് ഇഷ്ടം, കുറേ ഒന്നുമില്ല. ബീഫൊക്കെ വേവിച്ചിട്ട് ഒരു ഇച്ചിരി ഉള്ളൂ, ഞാൻ അതിൽ കൂർക്കിടും. പോർക്കിൽ ഞാൻ കായിടും. നമ്മുടെ എല്ലാം തൃശ്ശൂർ സ്റ്റൈലിൽ ഉണ്ടാക്കണേ. ബീഫ് തന്നെയല്ല, ബീഫിൽ നമ്മുടെ നാട്ടിൽ കൂർക്കിടും, പോർക്കിൽ കായ ഇടും. പക്ഷെ അതൊക്കെ വരട്ടിയെടുക്കും. ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്, ഉണ്ടാക്കി വരുമ്പോ എന്താവും നോക്കട്ടെ, വരണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പൊ അങ്ങനെ എല്ലാം ഉണ്ടാക്കി തുടങ്ങാൻ പോവാം. അപ്പം ഇനി ഉണ്ടാക്കാണ്ട് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ കുക്കിംഗ് ആരംഭിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിക്കുന്നത് പോർക്കിറച്ചി ഉണ്ടാക്കാനായിരുന്നു. അപ്പോൾ പോർക്കും കായും കൂടി നല്ല പരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അമ്മച്ചി വെക്കണ പോലെ അങ്ങനെ വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കണത്. അപ്പോൾ ആദ്യം ഞാൻ കുറേ സബോളയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ നന്നായിട്ട് സബോള വഴറ്റിയെടുക്കുന്നുണ്ട്. സബോള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷമാണ് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ഇടുന്നത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ഇച്ചിരി ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കായ ഫ്രോസൺ ആക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല തണുപ്പാണ്. അപ്പോൾ അതിൻ്റെ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇട്ടു, പിന്നെ അങ്ങനെ ഇഞ്ചി എല്ലാം കൂടി വഴറ്റി കേട്ടോ. എന്നിട്ട് തന്നെ നമ്മൾ വേഗം കായ എൻ്റെ ഐസൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കായനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ തലേദിവസം തന്നെ പോർക്കും ബീഫും എല്ലാം മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കറികളിലൊക്കെ ഞാൻ പെരിഞ്ചീരകം പൊടിച്ചതും കുറച്ച് ചേർക്കുന്നുണ്ട്, അല്ലാണ്ട്
സാധാ നമ്മൾ പെരുംജീരകം ഇടുന്നുണ്ട് കേട്ടോ, എല്ലാം കറിയിലും ഇടുന്നുണ്ട്. എനിക്ക് അതിൻ്റെ മണം ആ ഒരു കുത്ത് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പോർക്കിറച്ചിയിലായാലും ബീഫിലായാലും ഞാൻ അതിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് വഴണ്ട് ഒരുവിധം ഗോൾഡൻ ബ്രൗൺ ആയിട്ടാണ് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റൊക്കെ ഇടുന്നത്. എല്ലാം ഞാൻ പേസ്റ്റാണ് വാങ്ങിച്ചത് കേട്ടോ. എളുപ്പപ്പണിയാണ്, പിന്നെ പൈസയും കുറവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അപ്പോൾ പിന്നെ നമുക്ക് പണി വേഗം നടക്കും. അപ്പോൾ ആകെ എനിക്ക് ഇതിനകത്തൊരു ടാസ്ക് ആയിട്ട് തോന്നിയത് ആകെ നമ്മുടെ സബോളയുടെ തൊലികളായിരുന്നതും അരികളതും മാത്രമായിരുന്നു. ബാക്കിയൊക്കെ ഇങ്ങനെ ഫ്രഷായിട്ട് കിട്ടുന്നതിനെ കൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ സബോളയും സംഭവങ്ങളൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നു. ഇനിയിപ്പം നമുക്കിതിനകത്തോട്ട് പതുക്കെ പൊടികളിടാം. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ അതെല്ലാം കൂടി വഴറ്റുവാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണം പോർക്കിറച്ചി ഇതിനകത്തോട്ടിടും. എന്നിട്ട് പോർക്കിറച്ചിയിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കായിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പോർക്കും കായും ആവണതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചിക്കനെ തിരുമ്മി വെക്കുന്നുണ്ട്. അപ്പം സാധാരണ വെറുതെ കറി വെക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് ചിക്കനെ. അപ്പം അത് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോർക്കും കായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നിടയ്ക്ക് ഒന്ന് അടി പിടിക്കുന്ന പോലെ തോന്നിയപ്പം ഞാനത് വേറെ നമ്മുടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ്. എന്നിട്ട് അതിന് നന്നായിട്ട് വരട്ടിയെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സബോളയെല്ലാം നന്നായിട്ട് ഇച്ചിരി എണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കറികളിലൊക്കെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കറി ഉണ്ടാക്കി കഴിഞ്ഞാലും ഞാൻ കുറച്ച് സബോളയും കൂടി അതിനകത്തോട്ട് വറുത്തിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോർക്കിൻ്റെ പരിപാടി കഴിഞ്ഞു ഏകദേശം. ഇനിയിപ്പോൾ എൻ്റെ സൈഡിൽ ഒരു പാത്രത്തിൽ ഞാൻ മീൻ വെക്കാൻ ആലോചിക്കണേ, ഒരു പാത്രത്തിൽ ബീഫ് വെക്കണം. അപ്പോൾ ഈ മീനിൻ്റെ മസാല ഒരുവിധം സെറ്റാക്കി അവിടെ വെച്ചു. ഒരു സൈഡിൽ ചിക്കൻ വറുക്കുന്നുണ്ട്. ഇത് കൂർക്കയും ബീഫുമാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പിന്നെ എല്ലാം വേഗമായിരുന്നു കേട്ടോ പണികളൊക്കെ. അപ്പോൾ കൂർക്കയും ഇറച്ചിയും ഏകദേശം ഒന്ന് സെറ്റായി. നമ്മുടെ പോർക്കും കായും സെറ്റായി. മീൻ അതിൻ്റെ എല്ലാ തളയൊക്കെ വന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പം അതിനകത്തോട്ട് മീൻ ഇട്ടു. അപ്പം മീൻകറി മുഴുവൻ സെറ്റായി. അതിനകത്തോട്ട് കടുക് വറുത്തിട്ടു. അപ്പം മീൻകറി റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ ഓരോ പാത്രത്തിനകത്തേക്ക് മാറ്റി വെച്ച് കാണിച്ച് നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം. അപ്പം ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ വേവിക്കാനുള്ള സവോള വഴിച്ചെടുത്തു. അതിനിടയ്ക്ക് നമുക്ക് മാങ്ങക്കറിക്കുള്ള മാങ്ങ എല്ലാം കൂടി നുറുക്കി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വിനാഗിരിയും വെച്ച് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ചട്ടിനകത്തോട്ട് കുറച്ച് സബോള, ഇഞ്ചി, കറിവേപ്പില എല്ലാ പൊടികളും ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി എടുക്കുന്നുണ്ട്. ഉപ്പും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മണം. എന്നിട്ട് തിരുമ്മിയിട്ട് ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ നമ്മൾ മാങ്ങ ഇട്ടിട്ട് നന്നായി വേവിക്കും. അതിന് ശേഷം നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നു. അതാണ് നമ്മുടെ അങ്കമാലി സ്റ്റൈല് മാങ്ങക്കറി. അപ്പം അതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ ഇട്ടു. അതിനിടയ്ക്ക് നമ്മൾ അതിനകത്തോട്ട് താളിച്ച് ഇടാനുള്ള സബോളയും കുറച്ച് കറിവേപ്പില എടുക്കുന്നുണ്ട്. അപ്പം അതും അങ്ങനെ സെറ്റായി. പിന്നെ നമ്മൾ ഇന്ന് കഴിക്കാനുള്ള ചീരത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്ക്. ഇന്ന് ചീരത്തോരനും സെറ്റാക്കി. അങ്ങനെ ഭയങ്കരമായിട്ട് വയ്യാണ്ടായിട്ടോ കുറേ ഇങ്ങനെ പടപടപടാതെ പണിയെടുത്ത് നല്ല ക്ഷീണം പിടിച്ചു. അങ്ങനെ നമ്മുടെ ഇതിപ്പം ചിക്കൻ കറി നിണ്ടേടിന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ നിണ്ടേടിന് വേണ്ടി ഞാൻ സബോള ജസ്റ്റ് വഴറ്റി വെക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ സ്റ്റൂവിലേക്കുള്ള പച്ചക്കറിയൊക്കെ ഞാൻ സൈഡിൽ വേവിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ അതും വേവിക്കുന്നുണ്ട്. ഇപ്പോൾ നിണ്ടേട്ടൻ വന്നു അതിനിടയ്ക്ക്. അപ്പം നിണ്ടേട്ടൻ വേഗം ചിക്കൻ കറി സെറ്റാക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അപ്പോൾ നിണ്ടേട്ടൻ ചിക്കനിലേക്കുള്ള മസാലയൊക്കെ വേഗം ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അങ്ങനെ എല്ലാം ഇങ്ങനെ ഇപ്പോൾ കാണുമ്പോൾ വേഗം ചെയ്ത് കഴിഞ്ഞ പോലെ തോന്നുന്നത്. പക്ഷെ കുറേ സമയം എടുത്തു കേട്ടോ. ഇത് ശരിക്കും നമ്മൾ 25-ാം തീയതി എടുത്ത വീഡിയോ ആയിരുന്നു. 25-ാം തീയതി നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഇത് നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അവർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഫുഡ് കഴിച്ചു. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു, കേക്ക് മുറിച്ചു. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ ആക്കാൻ പറ്റിയില്ല. അതിന് നെക്സ്റ്റ് ഡേ അപ്പം 24-ാം തീയതി വൈകുന്നേരമാണ് ഇവർ നമ്മുടെ വീട്ടിലോട്ട് വന്നത്. 25-ാം തീയതി നമ്മൾ ഇവരുടെ വീട്ടിലോട്ട് പോയി. അപ്പം അവിടെ ചെന്ന് വീണ്ടും നമ്മളോട് കേക്ക് മുറിച്ചു. അവിടെ അവരുടെ വേറൊരു ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര കളിയായിരുന്നു. അപ്പം ഇതിന് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവിടെ അടിപൊളിയായിട്ട് അവൾ കപ്പയും ബീഫും പിന്നെ അവിടെയും ഉണ്ടായിരുന്നു മാങ്ങക്കറി, പിന്നെ പയറുതോരൻ, ചോറ്, അങ്ങനെ എല്ലാമായിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. അപ്പവും പിന്നെ സ്റ്റൂ ആയിരുന്നു തോന്നുന്നു, അതും ഉണ്ടായിരുന്നു. കേക്കെല്ലാം പൊളിയായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചായിരുന്നു. പിള്ളേരായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരായാലും അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കളിച്ച് ചിരിച്ച് ഈ പ്രാവശ്യത്തെ
ക്രിസ്മസ് കഴിഞ്ഞു. ഇപ്പം എന്തായാലും ന്യൂ ഇയർ ആയി. ന്യൂ ഇയറിൻ്റെ വീഡിയോ വേഗം വരുന്നതായിരിക്കും. അപ്പം ഇതായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന ഫുഡ്. കപ്പയിറച്ചിയും പയർ തോരൻ, ചിക്കൻ കറി, പിന്നെ സ്റ്റൂ, അപ്പം, അങ്ങനെ എല്ലാമായിരുന്നു. ഇത് നമ്മുടെ സ്പെഷ്യൽ മാങ്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയറിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെറി ക്രിസ്മസ് അഗെയിൻ. താങ്ക് യു.